ഭാരതത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ച് ഓഗസ്റ്റ് 15 ഇരട്ടി മധുരത്തിൻ്റെ ദിനമാണ്. 2 അമ്മമാരുടെ ആഘോഷ ദിനമാണത്. ഒന്ന് ഭാരതാംബികയുടെ പിറന്നാൾ ദിനം, രണ്ടാമത്തേത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ ദിനം. ഇത് രണ്ടും സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷമാണ്. ഓഗസ്റ്റ് 15 രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൻ്റെ ദിനമായിട്ടാണ് പൗരന്മാർ ആഘോഷിക്കുന്നത്. വിശ്വാസികൾക്കത് ആന്തരികമായ സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷ ദിനമാണ്. പരിശുദ്ധ കന്യകാമറിയം ഈ ലോക ജീവിതത്തിൻ്റെ അവസാനത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് വിശ്വാസം. അതിനെ സ്വർഗാരോപണം എന്നാണ് പറയുക. മറ്റൊരു വാക്ക് സ്വർഗാരോഹണമാണ്. സ്വർഗാരോഹണം ചെയ്തത് കർത്താവായ യേശുവാണ്. അതായത് സ്വന്തം ശക്തിയാൽ സ്വർഗത്തിലേക്ക് എത്തുന്നതിനെയാണ് സ്വർഗാരോഹണം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ശക്തിയാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിനെയാണ് സ്വർഗാരോപണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറിയം സ്വർഗാരോപണം ചെയ്തതായി ബൈബിളിൽ കൃത്യമായ വിവരണമില്ല. എങ്കിലും പരമ്പരാഗതമായ വിശ്വാസം അതാണ്. ഈ വിശ്വാസത്തെ ഉറപ്പിച്ചത് 12-ാം പിയൂസ് മാർപ്പാപ്പയാണ്. 1950 നവംബർ മാസം 1-ാം തീയതി മറിയത്തിൻ്റെ സ്വർഗാരോപണം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുകയുണ്ടായി. അതായത് ആത്മശരീരങ്ങളോടെ മാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് മാതാവിന് ഇത്രയും വലിയ ഒരു പദവി ലഭിച്ചത്? അത് ദൈവിക പദ്ധതിയോട് സഹകരിച്ചതുകൊണ്ടാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സ്വയം സമർപ്പിച്ചതിനാലാണ്. ദൈവത്തിൻ്റെ വചനത്തിന് ഹൃദയം കൊണ്ടും ഉദരം കൊണ്ടും മറിയം മറുപടി പറഞ്ഞു. അതാണ് രക്ഷയുടെ തുടക്കം. മറിയം ദൈവത്തിൻ്റെ കൃപയാൽ പൂരിതയായിരുന്നുവെന്നുള്ളതുകൊണ്ട് ഉപകാരിയായിരുന്നു. ഏലീശുവായെ സന്ദർശിക്കാൻ യൂദയ മലഞ്ചെരിവുകളിലൂടെ സഞ്ചരിച്ചത് നമ്മുടെ ഓർമ്മയിലുണ്ട്. കാനായിലെ കല്യാണ വീട്ടിൽ മധ്യസ്ഥയായി വർത്തിച്ചത് നമുക്കറിയാം. കുരിശിൻ്റെ വഴികളിൽ നടന്നതും കുരിശിൻ്റെ ചുവട്ടിൽ നിന്നതുമെല്ലാം മറിയത്തിൻ്റെ പ്രത്യേകതകളായി വിശ്വാസികൾ ഓർമ്മിക്കുന്നു. ഈ മറിയമാണ് ദൈവസന്നിധിയിലേക്ക് ആത്മശരീരങ്ങളോടെ സംവഹിക്കപ്പെട്ടത്.